നോമ്പ് ആയതുകൊണ്ട് തന്നെ നോമ്പിന് പെലച്ചക്കക്ക് അതായത് അത്താഴത്തിനൊക്കെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പേരിക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കാബേജൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി വരുന്നേ. അപ്പോൾ ആ ഒരു ചെറിയൊരു കഷ്ണം കാബേജ് ബാക്കി ഉണ്ടായാൽ തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് പിറ്റേ ദിവസം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇതുപോലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അതും ഒരെണ്ണം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് നല്ലൊരു ചൂടുള്ള ചായൻ്റെ കൂടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊന്നും ഇനി ആരും പലഹാരങ്ങൾ തിരഞ്ഞിട്ട് കടയിലോ അല്ലെങ്കിൽ ഇത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിലേക്കൊന്നും പോവേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഇതുപോലെ കുറച്ച് സാബൂനരി, ഇനിയിപ്പോൾ സാബൂനരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സേമിയയോ അതല്ലെങ്കിൽ കുറച്ച് അരിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇഫ്താറിന് ഇത് മാത്രം മതിയാവും. കുറച്ചൊരു എരിയൻ ചായക്കടിയും കൂടെയാണ് കേട്ടോ, മധുരമൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് കാബേജിയാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും നോമ്പിന് നമ്മൾ എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ വേണമെന്ന് കരുതിയിട്ട് രാത്രിയിലൊക്കെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ചെറിയൊരു കഷ്ണം കേബേജ് വരുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇതുപോലൊരു ഐറ്റംസ് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാബേജ് അത് നമ്മൾ കട്ട് ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും കട്ട് ചെയ്യണ പോലെ ചെറുതായിട്ടല്ല കേട്ടോ, ഇതുപോലെ കുറച്ച് നീളം കഷ്ണങ്ങളാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് എല്ലാവരും ചോദിക്കും. കാരണം അത്രക്കും സൂപ്പറാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോമ്പൊക്കെ ആയാലല്ലേ എന്തെല്ലാം വാങ്ങും, അതും ഒരുപാട് പഴയ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഫ്താറിൻ്റെ സമയത്ത്. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ അടിപൊളി ഐറ്റംസ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ആ ഒരു കാബേജ് ഞാൻ കട്ട് ചെയ്തു. അതിൽ ഞാനിതാ ഒരു കപ്പിൻ്റെ അടുത്തുണ്ടാവും, ഒരു അര കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് മൈദ ഇട്ട് കൊടുത്തണം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കൊരു 3-4 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടേ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾ എടുത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം കൂടെ നിങ്ങൾക്ക് മൈദ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മൈദ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല, കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അതിന് പകരം ഗോതമ്പപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിതാ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ ഈ ചിക്കൻ മസാല ചേർത്തെടുക്കുമ്പോൾ ഒന്നും കൂടി വെറൈറ്റി രുചിയായിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന കടിനേക്കാളും രുചിയായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പറഞ്ഞാൽ 2 പച്ചമുളക്, കുറച്ച് ചെറുതാണ്, കുറച്ച് എരിവൊക്കെ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ലേശം കറിവേപ്പിലും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലേശം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തോളേണ്ടി, ടേസ്റ്റ് കൂടെയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കാത്തത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. പിന്നെ ഒന്നിങ്ങനെ കുഴക്കാൻ സമയത്താണ് ഓർമ്മ വന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കുനുകുനാ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട്, വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിക്കണ്ട, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു കൈക്കുമ്പിൾക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക ഒട്ടൊരു വെള്ളം വേണമെന്നൊക്കെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും. പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു നോമ്പ് കാലത്ത് എന്തായാലും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പലഹാരം വേണ്ടി വരും. അധികം ആളുകളും പറയും നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ പലഹാരമൊന്നും കഴിക്കരുതെന്ന്. പക്ഷെ നമ്മളെ വീട്ടിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിലൊക്കെ കോൺഫ്ലോറൊക്കെ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കില്ല, കേടും ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ കഴിക്കാനും നല്ലതാണ് ഇതുപോലെ കാബേജൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇതൊരു വെറൈറ്റി രുചിയും കൂടെ ആയിരിക്കും കേട്ടോ അതിനുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇട്ട എണ്ണയിൽ തന്നെ പൊരിച്ചതൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിലുള്ള ഇതുപോലെ കാബേജ് കഷ്ണമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് കേട്ടോ.
അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈയൊക്കെ നന്നായിട്ട് കഴുകി കയ്യിൽ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു ഉരുട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ സാബുനരി നനക്കൊന്നും വേണ്ട, സാബുനരി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും സാബുനരി ഇങ്ങനെ തട്ടും. അങ്ങനെയാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സാബുനരി ഇല്ലയെന്നുണ്ടെങ്കിൽ സാബുനരി എടുക്കാതെ വെറും ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉള്ളിവട ഷേപ്പിലൊക്കെ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വെക്കണ പാത്രത്തിൽ ഇത്തിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചെടുക്കുക. വീണ്ടും കൈ കഴുകുക. എന്തിനാ അറിയോ, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാബുനരി ഇല്ലെങ്കിൽ കുറച്ച് അരി എടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുത്താലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സേമിയ വെച്ചെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ കഴിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ചൊരു മൊഞ്ചും ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഇത് മുഴുവനും ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അലക്കണമല്ലോ, അലക്കാനുള്ള മെഷീനിലൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കലും അങ്ങനെ കുറച്ചൊക്കെ കാര്യം ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം നമുക്കിത് നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കുറച്ചായപ്പോൾ എനിക്ക് തോന്നി ഹസ്ബൻഡും കുട്ടിയൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പണികളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഇത് ഞാൻ മുഴുവനും ഉണ്ടാക്കിയിട്ടില്ല, 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ബുദ്ധി തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്തേ, മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ഓരോന്നും ഇങ്ങനെ ആക്കി നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉരുട്ടി സാബുനരി ഇങ്ങനെ പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, വേഗം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, നമുക്കിത് പാത്രത്തിൽ വെച്ചാൽ ചിലപ്പോൾ അത് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ കുഴഞ്ഞ് വെക്കും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ എടുക്കുക, നമ്മൾ കൈയൊക്കെ ഒന്ന് ഉരുട്ടുക, എന്നിട്ട് സാബുനരി ഇതിന്മേൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ചൂടാണ് ചട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാബുനരി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ചില നാട്ടിൽ തന്നെ ചൊവ്വരി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നോമ്പിന് നമ്മളെ വീട്ടിൽ സാബുനരി ഉണ്ടാവും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സാബുനരി, സേമിയ, റവ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും സാബുനരി ഇല്ലെങ്കിൽ കുറച്ച് അരി, നമ്മൾ ബിരിയാണിക്കൊക്കെ കിട്ടുന്ന ജീരകശാല അരിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ലേശം എടുത്ത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ടിച്ചെടുത്താൽ മതി. സാബുനരിക്ക് പകരം അല്ലെങ്കിൽ കുറച്ച് സേമിയ ഉണ്ടെന്ന് കവർ ചെയ്തെടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് വെറുതെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താലും അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇനി ഉരുട്ടാതെ ഉള്ളിവടൻ്റെ ഷേപ്പിലാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഏതായാലും ഈ ഒരു ചില്ലി ഫ്ലേക്സും എല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ക്യാബേജ് നമ്മൾ ക്യാബേജ് കൊണ്ടൊന്ന് ഉണ്ടാക്കി വെക്കണ്ടേ, അടിപൊളി ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.